തീപിടുത്ത വാർത്തയിലേക്കാണ് ഇക്ബാൽ അറക്കലിലേക്ക്. ഇക്ബാൽ പറയുന്നത് തുടരാം. അവിടെ പ്രതികരണങ്ങൾ എടുക്കുകയാണല്ലോ. തീപിടുത്തത്തിന് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു. സ്മൃതി, തീർച്ചയായും നിരവധി ആളുകൾ ഈ മേഖലയിലുണ്ടായിരുന്നു. ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് കടയിൽ ഉൾപ്പെടെ ആളുണ്ടായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചുള്ളത്. റിസ്റ്റി ഫർണിച്ചർ എന്ന് പറയുന്ന കടയ്ക്ക് ഉള്ളിൽ അകത്ത് ഉൾപ്പെടെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. പിന്നീട് അവരെല്ലാം ഈ തീപിടുത്തം കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയത് കൊണ്ട് മാത്രമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. നിലവിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ 80% അണയ്ക്കാൻ സാധിച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഫർണിച്ചർ കടയ്ക്ക് തൊട്ട് മുമ്പിലായി നിർത്തിയിരുന്ന നിരവധി വാഹനങ്ങൾക്കും തീ പിടിച്ചിട്ടുണ്ട്. ഫർണിച്ചറുകൾ കൊണ്ടുപോകാൻ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന പിക്കപ്പ് വാനാണിത്. ആ വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ നിരവധി ഇരുചക്ര വാഹനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ വാഹനങ്ങളെല്ലാം ഇപ്പോൾ കത്തി നശിച്ച നിലയിലാണ് ഉള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ ഈ ഫർണിച്ചർ കടയ്ക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഒരു മൊബൈൽ കടയുണ്ട്. ആ മൊബൈൽ കടയ്ക്ക് ഈ സ്ഥാപനത്തിന്റെ വണ്ടിയാണത്. ഈ സ്ഥാപനത്തിലാണ് അല്ല നമ്മളിവിടെ വർക്കിനൊക്കെ വരില്ല. ഇല്ല ഒരു 3 രൂപേന് ഇവിടെ തുടങ്ങിയേക്കണം. അപ്പോൾ വണ്ടികളൊക്കെ മാറ്റാൻ പറ്റുന്നൊക്കെ മാറ്റി ആദ്യം ഫർണിച്ചർ ഉണ്ടാക്കി. അതെ ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയത്, മുകളിൽ നിന്ന് തുടങ്ങി. ബാക്കിയുള്ള കടകളിലേക്ക് അതെ ആളി നോക്കുമ്പോൾ എന്നൊക്കെ പിന്നെ ഫയർഫോഴ്സ് എത്തി അതിന് വേണ്ട ചെയ്തൊക്കെ നിർത്തി. ഇപ്പോൾ ഏകദേശം ഏറെക്കുറെ എല്ലാം ഫയർ ഒന്നുമില്ല നിലവിൽ സ്റ്റോക്ക്. അതായത് തൊട്ടപ്പുറത്ത് തന്നെ നിരവധി കടകളുണ്ട്, നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഈ തീ അവിടെയുള്ള കടകളുടെ നെയിം ബോർഡ് ഉൾപ്പെടെ കത്തി ചാമ്പലാക്കി എന്ന് വേണം പറയാൻ. അവിടെയുള്ള കടകളിലേക്ക് ബാധിച്ചില്ല, അവിടുത്തെ നെയിം ബോർഡുകളിലേക്ക് മാത്രമാണ് തീ എത്തിയത്. അപ്പോഴേക്കും നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഇവിടേക്ക് നാട്ടുകാർ എത്തുകയും പിന്നീട് അവരുടെ നേതൃത്വത്തിലാണ് ആദ്യ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് പോലീസും ഫയർഫോഴ്സും ഇവിടേക്ക് എത്തി. 5 യൂണിറ്റിലധികം ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തിയാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള പൂർണ്ണമായി അവർക്ക് തീ അണയ്ക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ മുകളിലത്തെ നിലയിൽ ഇപ്പോഴും പല ഇടങ്ങളിലും തീയുണ്ട്, പുകയുണ്ട്. അതെല്ലാം പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമത്തിലേക്കാണ് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും കടന്നിരിക്കുന്നത്. ഏതായാലും ഏകദേശം 1.5 മണിക്കൂറായി അതിൽ അല്ല ഇവിടെ സ്ഥിരമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഫർണിച്ചർ കടയാണ്. ഇത് ഇന്ന് തുറന്നുകാരാ കൂടുതൽ ഇവിടെ ആദ്യം എത്തിയത് നാട്ടുകാർ. അത് പ്രവർത്തിച്ചിരുന്നു. ആൾക്കാരൊക്കെ ഓടി രക്ഷപ്പെടുക ചെയ്തത്. ആൾക്കാരുണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിലത്തെ ആളുണ്ടായിരുന്നു ഹിന്ദിക്കാർ. എന്താണ് അവർ ഹിന്ദിക്കാരുടെ പണിയെടുക്കായിരുന്നു. ഈ ഫർണിച്ചർ കടയത്തെ ഹിന്ദിക്കാരാണ്? അല്ലല്ല, പുറമേ നിന്ന് വന്നവർ. അവർ പോയി. അവർ എന്ത് ചെയ്യുന്ന തൊഴിലാളികളാണ്? അതിപ്പോൾ ഈ മേസം പണിയൊക്കെ അവർ പോയി. അവർ താമസിക്കുന്നതാണോ മോൾ? അല്ലല്ല. ശരി ഇക്ബാൽ, പ്രതികരണങ്ങൾ തീപിടുത്തം ഒരു തരത്തിൽ അണച്ചിരിക്കുന്ന ഒരു ചെറിയ ഭാഗത്ത് അല്പം കൂടി അണയ്ക്കാനുണ്ട്. പക്ഷേ ആർക്കും അപകടമൊന്നും ഇല്ലാതെ തന്നെ രക്ഷപ്പെടാൻ സാധിച്ചു. ആർക്കും പൊള്ളലൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്.